ഹലോ ഗായ്സ്, വെൽക്കം ടു അനൂസ് വ്ലോഗ്. അപ്പോൾ ഇന്നാണ് കേട്ടോ ഗായ്സ് നമ്മുടെ കുട്ടികളുടെ ഓണാഘോഷ പരിപാടി. ഇന്ന് 13-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരെ റെഡിയാക്കുന്ന വീഡിയോ ഞാൻ എടുക്കാമെന്ന്. അപ്പോൾ ഒട്ടും വൈകിക്കണ്ട. ഇപ്പോൾ അവർ ഒരു 10 മണിക്ക് ക്ലാസ്സിലെത്തണം. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 8:45 ഒരു 9:30 ആകുമ്പോൾ വണ്ടി വരും. അപ്പോൾ അതിനു മുമ്പ് 2 പേരും റെഡിയാക്കണം. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ 2 പേരും കുളിച്ച് നല്ല സുന്ദരികളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഹാപ്പിയാണ് 2 പേരും. കാരണം പുതിയ പട്ടുപാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട് പോണേൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അല്ലാത്ത ദിവസം ക്ലാസ്സിൽ പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പക്ഷെ ഇന്നൊരു മടിയില്ല, വിളിച്ചപ്പോൾ തന്നെ എഴുന്നേറ്റു. അപ്പോൾ ഇതാണ് കേട്ടോ മൂത്താളുടെ ഡ്രസ്സ്. റെഡ് കളറാണ് ടോപ്പിന് വരുന്നത്. അപ്പോൾ 2 പേരിലും ആരുടെ ഡ്രസ്സാണ് നിങ്ങൾക്ക് കൂടുതലും ഇഷ്ടമായെന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ദേ വേഗം റെഡിയാക്കട്ടെ. അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് ഇളയ ആൾക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു കളറ് എന്താണെന്ന് അറിയില്ല, എൻ്റെ മോൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്കും എൻ്റെ ഹസ്ബൻഡിനൊക്കെ നല്ല ഇഷ്ടമായിട്ട്, നല്ല കളറാണ്. അപ്പോൾ ഇതാണ് ഇളയ ആൾക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടികളെ റെഡിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ക്യാമറ ഓണാക്കി വെച്ചിരിക്കുന്നത് കാര്യം ഞാൻ മറന്നു ഗൈസ്. പെട്ടെന്ന് നോക്കിയപ്പോഴാണ്. അപ്പോൾ അതേ ഞാൻ ഫോണിൽ നോക്കി ടാറ്റയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വളയാണ് കേട്ടോ ഞാൻ പട്ടുപാവാടയും ബ്ലൗസിൻ്റെയും കൂടെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതും. അപ്പോൾ 2 പേർക്ക് നല്ല ഇഷ്ടമായി. 2 പേർക്കും സെയിം വളയാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഞാനൊന്ന് കയ്യിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ മൂത്ത മോൾ അവിടെ തന്നെത്താനെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പുറത്തെ മുറിയിലാണ് കേട്ടോ മാല വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഈ ഒരു വൈറ്റ് മാലയാണ് ഇട്ട് കൊടുക്കാൻ. ഇത് ഇളയതിനാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മാല മൂത്ത മോൾക്കുമാണ് മേടിച്ചത്. അപ്പോൾ 2 പേർക്കും അത് ഇഷ്ടമായി. വളയും മാലയും ഒരു മാച്ചും ഇല്ല കേട്ടോ, വേറെ വേറെ കളറായിപ്പോയി. എന്നാലും സാരിയില്ല, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഇളയ മോളിടുന്ന മാലയുടെ കമ്മൽ വന്നിട്ട് ഇച്ചിരി നല്ല വലുതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോൾക്ക് അത് തന്നെ മതി, ആ കമ്മൽ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ആ ഒരു നീളമുള്ള കമ്മലും കൂടി ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഇട്ട കമ്മലെന്ന് പറയുന്നത് സ്വർണത്തിൻ്റെയാണ്. അപ്പോൾ അത് ഊരിയിട്ടാണ് ഞാൻ ഈ ഒരു കമ്മൽ ഞാൻ ഇട്ട് കൊടുത്തത്. നല്ല അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു. എന്നാലും എൻ്റെ മോൾക്ക് അത് തന്നെ ഇടണമെന്നും പറഞ്ഞിട്ട് ഞാൻ ഈ സ്വർണ്ണക്കമ്മൽ ആദ്യം ഞാൻ ഊരി മാറ്റണേണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മൂത്ത മോള് മറ്റേ തലയിൽ വെക്കുന്ന വടയില്ലേ, നമ്മളിങ്ങനെ മേളിലിങ്ങനെ കെട്ടുന്നത്, അപ്പോൾ അത് കാണിക്കുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ വട വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഹെയർ കെട്ടാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ വട വെച്ച് കെട്ടാൻ വേണ്ടി എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഹസ്ബൻഡിന് നല്ലോണം അറിയാം മുടി കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹസ്ബൻഡാണ് മുടിയൊക്കെ കെട്ടിക്കൊടുത്തത്. അപ്പോൾ ഈ ഒരു കമ്മലാണ് കേട്ടോ ആ മാലയുടെ. നല്ല അത്യാവശ്യം എന്താ പറയുക, നല്ല
നീളമുള്ള കമ്മലാണ്. അപ്പോൾ അത് തന്നെ എൻ്റെ മോൾക്ക് ഇടണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ചെറിയ പേടി ഉണ്ടായിരുന്നു, കാരണം ചെറിയ മോളല്ലേ, അപ്പോൾ കാതെങ്ങാനും തൂങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ഇന്നൊരു ദിവസത്തൊക്കെ അല്ലേ, സാരമില്ല എന്ന് പറഞ്ഞാൽ ഞാനും അത് ഇട്ട് കൊടുത്തിട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേച്ചിനോട് പറയണേന്ന്, ചേച്ചി ഞാൻ ദേ വലിയ കമ്മലൊക്കെ ഇട്ടു എന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കുവാണ്. അപ്പോൾ എൻ്റെ മൂത്ത മോൾക്ക് കമ്മലൊന്നും വേണ്ടാന്ന് പറഞ്ഞു. കാരണം വേറെ ഒന്നുമല്ല, സ്വർണ്ണ കമ്മൽ ഇച്ചിരി ഊരാൻ വേണ്ടിയിട്ട് പാടായിരുന്നു. അപ്പോൾ അത് ഊരാൻ വേണ്ടി പറ്റിയില്ല. അത് കാരണം മാല മാത്രമേ എൻ്റെ മൂത്ത മോള് ഇട്ടുള്ളൂ. കമ്മൽ സ്വർണ്ണക്കമ്മൽ തന്നെയാണ് ഇട്ടത് കേട്ടോ. അടുത്തത് എൻ്റെ മൂത്ത മോൾക്ക് ഞാൻ മാലയിട്ട് കൊടുക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇളയ മോൾ അവിടെ വന്നിട്ട് പുതിയ ചെരുപ്പൊക്കെ കാണിച്ചു തരുന്നുണ്ട്. രണ്ടുപേർക്കും സെയിം ചെരുപ്പാണ് കേട്ടോ. അത്യാവശ്യം ഹീലുള്ള ടൈപ്പ് ചെരുപ്പാണ് ഞാൻ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കും അത് തന്നെയാണ് ഇഷ്ടം, ഹീലുള്ള ടൈപ്പ് ചെരുപ്പാണ് എനിക്കിഷ്ടം. അപ്പോൾ എൻ്റെ മോള് കാണിച്ചു തരുവാണ്, ഇതെൻ്റെ പുതിയ ചെരുപ്പാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കമ്മൽ ഊരാൻ വേണ്ടി നോക്കുവാണ്, പക്ഷെ കമ്മൽ ഊരാൻ വേണ്ടി പറ്റുന്നില്ല ഗൈസ്. അത് കഴിഞ്ഞിട്ട് ദേ മറ്റേ എന്താ പറയുക, ബ്ലൂ കളറിലെ ഐലൈനർ, അത് തന്നെ, അത് ഞാൻ എഴുതി കൊടുക്കുവാണ്. ബ്ലൂ കളറാണ് കേട്ടോ, ബ്ലാക്ക് അല്ല, ബ്ലൂ ആണ്. അപ്പോൾ അത് ഞാൻ രണ്ടു പേർക്കും അടിച്ചു കൊടുത്തു. കണ്ണൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം ദേ ഐബ്രോ എഴുതാൻ വേണ്ടി പോകുവാണ് ഗൈസ്. അപ്പോൾ എൻ്റെ മൂത്തനക്ക് ഐബ്രോ എഴുതിയാലാണ് കുറച്ച് കാണാനൊരു ലുക്കൊക്കെ തോന്നത്തുള്ളൂ. കാരണം ഐബ്രോ അങ്ങനെ കുറവാണ് ആൾക്ക്. അപ്പോൾ ഇങ്ങനെ മറ്റേ ഐബ്രോ പെൻസിലുണ്ടല്ലോ, അത് വെച്ചിട്ട് ഐബ്രോ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതേ മൂത്ത മോള് കണ്ണെഴുതിയതൊന്ന് കാണിച്ചു തരുവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇളയ മോൾക്ക് മുടി കെട്ടി കൊടുക്കുമായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. പക്ഷേ മൂത്ത മോൾക്ക് ഞാൻ മറ്റേ ബ്ലൂ കളറിലെ ഐലൈനർ എഴുതി കൊടുക്കുന്നത് കണ്ടപ്പോഴേക്കും ഇളയ മോൾ ഓടി വന്നിരിക്കുകയാണ്, എനിക്കും എഴുതിത്താന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതേ മുടി കെട്ടി കംപ്ലീറ്റ് ചെയ്തില്ലാതിരിക്കുമ്പോൾ തന്നെ അതേ മറ്റേ ഐലൈനർ എഴുതാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഇളയ മോൾക്ക് നല്ല ഇഷ്ടമാണ്, മേക്കപ്പിനോട് ഭയങ്കര താല്പര്യമുള്ളൊരു കൂട്ടത്തിലാണ് കേട്ടോ. ലിപ്സ്റ്റിക്കൊക്കെ അടിച്ചൊക്കെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ മൂത്ത മോൾക്ക് അത്ര മേക്കപ്പിനോടൊന്നും അത്ര താല്പര്യമില്ല. മേക്കപ്പൊക്കെ ചെയ്ത് നടക്കാനൊന്നും അത്ര ഇഷ്ടമല്ലാത്തൊരു കൂട്ടത്തിലാണ്. പക്ഷേ ഇളയ മോൾ അങ്ങനെയല്ല, നല്ല ഇഷ്ടമാണ്. അപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ അടിച്ചു. അപ്പോൾ മുടി കെട്ടി കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ ക്യാമറയിൽ നോക്കി ടാറ്റയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ചെരുപ്പ്, നല്ല പുതിയ ചെരുപ്പാണ്. രണ്ടു പേർക്കും സെയിം ആയിട്ട് കിട്ടി. അപ്പോൾ എല്ലാവർക്കും പിള്ളേർക്കും രണ്ടു പേർക്കും സെയിം തന്നെ വേണം. ഡ്രസ്സാണെങ്കിലും വളയാണെങ്കിലൊക്കെ സെയിം തന്നെ വേണമെന്നൊരു വാശിയുണ്ട് കേട്ടോ. പക്ഷേ അങ്ങനെ ചെരുപ്പ് ഒത്ത് കിട്ടി, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ അവർക്ക് പോകാൻ വേണ്ടി ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ താഴത്തേക്ക് ഇറങ്ങി വരുന്ന സീനാണ് ഈ കാണുന്നത്. അപ്പോൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അത് ഒരു പഴം തിന്നിട്ട് അവർ ഇറങ്ങിയിട്ടോ, കാരണം അവരുടെ വണ്ടി അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതേ അവർ ഇറങ്ങി ടാറ്റ പറഞ്ഞ് പോകുവാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു ഓട്ടോയിലാണ് അവർ പോകുന്നത്. ഒരു 5 പിള്ളേരുണ്ട് കേട്ടോ. അപ്പോൾ അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.